2020 നവംബർ 17 മുതൽ 2021 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യപൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് അങ്കമാലി വേങ്ങൂർ മൈലക്കോട്ടുമന ബ്രഹ്മശ്രീ എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു. മാളികപ്പുറത്തമ്മയുടെ സവിധത്തിങ്കൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ. സ്വാമിയേ ശരണമയ്യപ്പ, മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ, മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. 2020-21 മാളികപ്പുറം മേൽശാന്തിയായിരുന്നു. മാളികപ്പുറം മേൽശാന്തി ആ കിട്ടുന്ന ഒരവസരം എന്ന് പറയുന്നത് അന്ന് ഈ നറുക്കെടുപ്പിന് ഒരു 4 ദിവസം മുമ്പ് എൻ്റെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി മരിച്ച ഒരു സമയമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ മാനസികമായിട്ടും എല്ലാം തളർന്നിരിക്കുന്ന ഒരവസരത്തിൽ ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തിയ ഒരവസ്ഥയായിരുന്നു അത്. എല്ലാം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ആ നറുക്കെടുപ്പ് നടക്കുന്നതും മാളികപ്പുറത്ത് അമ്മയുടെ ലോകമാതാവിൻ്റെ അമ്മയുടെ മേൽശാന്തിയായിട്ട് മാറുന്നതും. ജീവിതത്തിലെ എല്ലാ മേൽശാന്തിമാർക്കും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ കിട്ടുന്ന നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമാണ് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അന്ന് വരെ ഉണ്ടായിരുന്ന രജികുമാർ നമ്പൂതിരിയിൽ നിന്ന് നമ്മൾ ഒരു മേൽശാന്തി പദത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, ഒരുപാട് ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ബന്ധങ്ങളുണ്ടാവുക, അതൊക്കെ അതിനൊക്കെ ഉപരി ലോകം മുഴുവൻ അറിയപ്പെടുന്ന അയ്യപ്പസ്വാമിയുടെയും ആളികപ്പുറത്തമ്മയുടെയും അടുത്ത് ആ മാളികപ്പുറത്തമ്മയുടെ മേൽശാന്തി ആവുക, അതുപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ദിവസവും പോയി തൊഴുവാൻ, ആ നടയടയ്ക്കുന്ന സമയത്ത് പോയിരുന്ന് ജപിക്കുവാൻ ഒക്കെ കിട്ടുന്ന ഒരു മഹാഭാഗ്യം, അത് പൂർവ്വജന്മ സുഹൃതം കൊണ്ടും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം കൊണ്ടും പരദേവതയുടെ അനുഗ്രഹം കൊണ്ടുമൊക്കെയാണ്. ഈ നിമിഷത്തിൽ ഒരുപാട് ഞാനിരിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ഭക്തജനങ്ങൾ വരുന്ന ഒരു സമയമല്ല, കൊറോണ സമയമായിരുന്നു. 2020-21 സമയത്ത് ഒരു 500 പേര് 1000 പേരൊക്കെയാണ് മാക്സിമം വന്നിരുന്നത്. ആ സമയത്താണ് ഞാൻ മേൽശാന്തിയായിട്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവട്ടെ, ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയായിരുന്നു. അത്രയും നമ്മളറിയപ്പെടുന്നവരൊക്കെ ഓരോ ദിവസം ഓരോ കൊറോണയുടെ ഒരു വലിയ ഇതിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുകയും ആ ഭഗവതിയോട് നമുക്ക് പ്രാർത്ഥിക്കുക, നമ്മളൊന്ന് പരമാവധി പ്രാർത്ഥിച്ചു. അതിനേക്കാൾ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ മകനും ആ ഒരു വർഷം മുഴുവൻ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 1000 പേരൊക്കെ 500 പേരൊക്കെ വരുള്ളൂ, നമുക്ക് എല്ലാവരും ആയിട്ട് സംസാരിക്കാനും അവരുടെ ഓരോ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്കതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കാനും, പിന്നീട് പലരും അതിൻ്റെ ഗുണങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗുണമല്ല, അവർ പ്രാർത്ഥിച്ചതിൻ്റെയും അവർ ജപിച്ചതിൻ്റെയും. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഭക്തനോട് പറയുന്ന ഒരു കാര്യം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ നാമം ജപിക്കുകയും വേണം. അപ്പോൾ ഈ നാമം ജപിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകും. മനസ്സിൻ്റെ ശുദ്ധി, ആ മനസ്സ് ശുദ്ധി ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് നാമം ജപിക്കണം. ഞാൻ വരുന്ന ഓരോരുത്തരോടും പറയുന്ന എല്ലാവരും നന്നായിട്ട് നാമം ജപിക്കണം. നാമം ജപിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ചിന്തയുണ്ടാകും, അതിലൂടെ നല്ല വഴികളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു കുറച്ച് പേരെ വന്നുള്ള അവരോട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ അങ്ങനെ പലർക്കും അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്ന് പിന്നീട് ഞാൻ ഈ പല സ്ഥലങ്ങളിലും പൂജയ്ക്ക് ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്. നമ്മൾ തിരുമേനി പറഞ്ഞ മാർഗത്തിലൂടെ പോയപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതായത് പ്രത്യേകിച്ച് ഈ വിവാഹം നടക്കാത്ത, അവിടെ മാളികപ്പുറത്തമ്മയുടെ അടുത്ത് കൂടുതൽ വരുന്ന വിവാഹം നടക്കാത്ത, അതുപോലെ മംഗല്യഭാഗ്യം, അതുപോലെ മംഗല്യഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അവിടെ പ്രധാനമായിട്ടും ഈ മംഗല്യഭാഗ്യം അത് കിട്ടുവാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്ക് നമ്മളൊരു സാരി, ബ്ലൗസ് പീസ്, അതുപോലെ മഞ്ഞൾപ്പൊടി അവിടെ സമർപ്പിക്കാൻ, ദേവിക്ക് സമർപ്പിച്ച്, അതുപോലെ താലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ആ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മിക്കവാറും അവരുടെ ആ മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി സർവൈശ്വരം അവർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാം കൊടുക്കുന്ന മഹാലക്ഷ്മി, എല്ലാം ഈ ആദിപരാശക്തിയിൽ നിന്നാണല്ലോ മഹാലക്ഷ്മി, ഭദ്രകാളിയും സരസ്വതിയും ഒക്കെ ആദിപരാശക്തിയായ അമ്മയുടെ വിവിധ ഭാവങ്ങളാണല്ലോ. അപ്പോൾ അമ്മയെ ഏത് രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നോ, ലോകമാതാവ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മ, ആ അമ്മയെ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് ഐശ്വര്യങ്ങളും നമുക്ക് ഒരു രക്ഷയും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തിനെ നമുക്കറിയാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു ഗുണമുണ്ടാകുമ്പോൾ
വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടി ചാർത്തുന്നത്. മഞ്ഞൾപ്പൊടിയാണല്ലോ അവിടെ പ്രധാനമായിട്ടും മാളികപ്പുറത്തേക്ക് അമ്മയ്ക്ക് അഭിഷേകം മഞ്ഞൾപ്പൊടി ചാർത്തുക എന്നുള്ളത്. മഞ്ഞൾപ്പൊടി അഭിഷേകത്തിൽ മഞ്ഞൾ നമുക്കറിയാം സർവ്വരോഗമുക്തി നിവാരണത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മാളികപ്പുറത്തമ്മയ്ക്ക് അഭിഷേകം വെറ്റില സമർപ്പിക്കുന്ന ഒരു വഴിപാടുണ്ടായിരുന്നു. ആദ്യം വെറ്റിലയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഒക്കെ ഉള്ളതാണ്, ദേവതാ സാന്നിധ്യങ്ങളൊക്കെ ഉള്ളതാണ് വെറ്റില സമർപ്പിക്കുക. ഈ നാളികേരം ഉടയ്ക്കുന്നത് പോലെ തന്നെ നാളികേരം ഉരുട്ടുന്നത് പിന്നീട് ഉണ്ടായിരുന്നു. നാളികേരം അതിപ്പോൾ ഇല്ലായിരുന്നു. നാളികേരം ഉരുട്ടി നമ്മൾ അയ്യപ്പനെ ദർശനത്തിന്, ശബരിമല ദർശനത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അറിയാം, നെയ്യ് നമ്മൾ ആത്മാവാണെന്നും ആ ശരീരമാകുന്ന ആത്മാവ് നിറച്ച് ആ നെയ്യ് നമ്മൾ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാം. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ നാളികേരം ഉടയ്ക്കും. അത് നമ്മുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ രക്ഷ ഭഗവാനിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി അത് കഴിഞ്ഞ് ഗ്രാമദേവതയ്ക്ക് മുമ്പിൽ നാളികേരം ഉടയ്ക്കും. അത് നമ്മുടെ മുഴുവൻ സർവൈശ്വര്യങ്ങളും നമ്മുടെ യാത്ര എല്ലാം ഭംഗിയാവാൻ ഗ്രാമദേവതയുടെ മുമ്പിൽ നാളികേരം ഉടച്ച് ഭഗവാൻ അതിനുശേഷം പമ്പാ ഗണപതിയുടെ മുമ്പിൽ നാളികേരം മുടക്കുക. അത് വിഘ്നങ്ങളെല്ലാം തീർന്ന് നമ്മുടെ യാത്ര ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 18-ാം പടിക്ക് താഴെ എത്തുമ്പോൾ നാളികേരം മുടച്ച് കയറണം. നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം മാറി നമ്മുടെ മനസ്സ് ശുദ്ധമായി 18 പടികളും 18 തത്വങ്ങളാണ്, 18 മലകളാണ് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് മൂലാധാരം മുതലുള്ള 18 ചക്രങ്ങളായിട്ട് 18 അതായിട്ട് ഈ 18 തത്വങ്ങളായിട്ടും ഈ 18-ാം പടികളെ ബന്ധപ്പെടുത്തി. അങ്ങനെ ആ നാളികേരം മുടച്ച് നമ്മൾ കയറി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഭഗവാനെ ഒരു നോക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മതി. നമ്മൾ ആ ഒരു നോക്ക് കണ്ടാൽ തന്നെ നമ്മുടെ ഒരു ജന്മസുഹൃതമാണ്. ഭഗവാനെ കണ്ട് നെയ്യ് അഭിഷേകം, നമ്മുടെ നെയ്യ് അതിൽ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ആ ജീവാത്മാവിനെ പരമാത്മാവായിട്ടുള്ള സംയോജനമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അപ്പോൾ ആത്മാവിനെ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ച് അജ്യം സർവ്വസിദ്ധിയും ച എന്ന് പറയും. നമുക്ക് എല്ലാ സിദ്ധികളും നല്ല കഴിവുകളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നെയ്യ് അഭിഷേകം ചെയ്ത് അത് ചെയ്ത് നമ്മൾ മാളികപ്പുറത്തമ്മയുടെ അടുത്ത് വന്ന് നെയ്യ് പിന്നെ നാളികേരം ഉരുട്ടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് നാളികേരം ഉരുട്ടുമ്പോൾ എല്ലാവർക്കും നാളികേരം ഉരുട്ടാൻ പറഞ്ഞല്ലോ. ശരിക്കും ആദ്യം കന്നിസ്വാമിമാരും മാളികപ്പുറത്തമ്മമാരുമാണ് നാളികേരം ഉരുട്ടിയിരുന്നത്. നാളികേരം ഉരുട്ടുമ്പോൾ വീണ്ടും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ആ ലോകമാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിനെ ഉരുട്ടുക, അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചടങ്ങാണ് വെറ്റില പറത്തൽ. അത് ഈ മഹാലക്ഷ്മി സാന്നിധ്യം, ദേവതാ സങ്കല്പം, ദേവതാ സാന്നിധ്യമൊക്കെ ഈ വെറ്റിലയിലുണ്ട് എന്നുള്ള സങ്കല്പമാകാം. അപ്പോൾ ആ മാളികപ്പുറത്തമ്മയുടെ നടയിൽ ഇങ്ങനെയൊക്കെയുള്ള ആ ലോകമാതാവിൻ്റെ നടയിൽ പൂജ കഴിക്കാൻ കിട്ടുക. ഭഗവത് സേവ അവിടെ മുഖ്യമായ ഒന്നാണ് ഭഗവത് സേവ ചടങ്ങ്. ഭഗവതിയെ സേവിക്കുക, അതായത് നവഗ്രഹത്തിൽ സൂര്യന് അച്ഛൻ്റെ സ്ഥാനവും ചന്ദ്രന് അമ്മയുടെ സ്ഥാനവുമാണ്. സൂര്യൻ്റെ ദേവത മഹാദേവനും ചന്ദ്രൻ്റെ ദേവത ദുർഗാഭഗവതിയുമാണ്. ആ നിലാവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ദുർഗാഭഗവതിയെ പൂജിക്കുക. ദുർഗായാമത്തിൽ ദുർഗാഭഗവതിയെ പൂജിക്കുന്നത് ഭഗവതി സേവയിൽ സഹസ്രനാമ അർച്ചനയോടെ നമ്മൾ ഭഗവതി സേവയിൽ അതിൻ്റെ ധ്യാനമൊക്കെ എല്ലാവർക്കും അറിയാം. സിന്ധൂരം നിറഞ്ഞ സിന്ധൂര രക്തവർണ്ണമുള്ള ആ ദേവിയെ അവിടെ സഹസ്രനാമ അർച്ചന നടത്തി, ലളിതാ സഹസ്രനാമ അർച്ചന നടത്തി പൂജിക്കുകയാണ് ഭഗവതി സേവയിലൊക്കെ ചെയ്യുക. എല്ലാം കൊണ്ടും സർവൈശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത്, ഞാനിരുന്ന സമയം അതായിരുന്നു, കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയായിരുന്നു പ്രധാനമായിട്ടും അന്നുണ്ടായിരുന്നത്. നമ്മൾ 41 ദിവസത്തെ വ്രതം എടുത്താണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. തുളസിമാല അണിയണം. അത് ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് ശരിക്കും ഒരു ഗുരുസ്വാമിയിൽ നിന്നാണ് ആ മാല അണിയേണ്ടത്. തുളസിയിൽ വിഷ്ണു സാന്നിധ്യം ഉണ്ട്, വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. തുളസി മാല അണിഞ്ഞ് കറുപ്പുടുത്ത്, കറുപ്പ് തന്നെ അഗ്നി തത്വമാണ് കറുപ്പ്. ആ കറുപ്പുടുത്ത് ശനിയുടെ പ്രതീകം ആണ് കറുപ്പ്. ശനീശ്വര പ്രീതിക്കായിട്ടും കൂടി കറുപ്പ് നമ്മൾ ഉടുക്കാറുണ്ട്. ശനിയുടെ ദേവൻ അയ്യപ്പസ്വാമി ശനിയുടെ ദേവനായിട്ട് കൂടി നമ്മൾ കാണുന്നുണ്ട്. അവ കറുപ്പുടുത്ത് തുളസി മാലയണിഞ്ഞ് 41 ദിവസം വ്രതമെടുത്ത് പിന്നെ നമ്മൾ സ്വാമിയായിട്ട് മാറുകയാണ്. ഒരു സ്വാമിക്ക് ഒരിക്കലും ഒരാളെപ്പറ്റി മോശമായിട്ട് പറയാനോ മോശമായിട്ട് ചിന്തിക്കുവാനോ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുവാനോ സാധിക്കില്ല. മാലയണിഞ്ഞാൽ എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വര ചൈതന്യത്തിനെ കണ്ടെത്തുന്ന ഒന്നാണ്, ശരിക്ക് മാർഗമാണ് ഈ ശബരിമല യാത്ര അല്ലെങ്കിൽ മാലയണിയുമ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ 41 ദിവസത്തെ വ്രതമെടുത്ത് ശരണം വിളിച്ച് ഭഗവാന് നടത്തുന്ന ഏറ്റവും വലിയ അർച്ചനയാണ് ശരണഘോഷം.
ഇന്ന് അയ്യപ്പസ്വാമിയുടെ ആ സ്ത്രീയും ചൈതന്യം ഓരോ ദിവസവും ഉയർന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ ഭക്തനും വിളിക്കുന്ന ശരണമാണ്. ആ ഭക്തർ ശരണം വിളിക്കുമ്പോൾ 61 ദിവസത്തെയും 60 ദിവസത്തെയും വരെ വ്രതമെടുക്കുന്ന സ്വാമിമാരുണ്ട്. 41 ദിവസത്തെ 60 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അവർ ശരണം വിളിക്കുമ്പോൾ ഭഗവാന് നടത്തുന്ന അർച്ചനയാണ്. ആ ശരണം വിളിയുടെ ശക്തി ഭഗവാനിലേക്ക് എത്തുകയും ആ ശക്തിയാണ് ഓരോ നാൾക്ക് നാൾ ഭഗവാനിലേക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പൂജകളും ശരണം വിളിയുടെ ശക്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ശരണം വിളിക്കണം. നമ്മൾ ശരണം വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ നാമം ജപിക്കുമ്പോൾ ശുദ്ധമാവുന്നത് പോലെ മനസ്സ് ശുദ്ധമാകും. നമുക്ക് നല്ല രീതിയിൽ ഭഗവത് ദർശനം നടത്താൻ ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് നമുക്ക് അതുവരെയുള്ള ജീവിതത്തിൽ നിന്നൊരു മാറ്റമാണ് ഈ 41 ദിവസത്തെ വ്രതമെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ അതുവരെ ജീവിച്ചതിൽ നിന്നൊരു മാറ്റം ശബരിമല ദർശനം നടത്തി തിരിച്ചെത്തുമ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിൽ ജീവിക്കണമെന്നല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും നല്ലൊരു മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കാൻ അതിലുള്ളൊരു മാർഗമാണ് ഈ ശബരിമല യാത്ര. അപ്പോൾ എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ നല്ല ദർശനം കിട്ടട്ടെ. ഒരു നോക്ക് കണ്ടാൽ മതി. ഒരുപാട് നേരം ഒന്ന് തൊഴുതാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഭഗവാനെ ആ തിരുമുഖ ദർശനം ഒന്ന് കിട്ടിയാൽ തന്നെ എത്ര മഹത്വരമാണ്. അപ്പോൾ എല്ലാവർക്കും ആളിയപ്പുറത്തമ്മയുടെയും അയ്യപ്പസ്വാമിയുടെയും ദർശനം കിട്ടട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.